എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. ഈ മെസ്സേജിലോട്ട് കടക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർപ്പിക്കട്ടെ. ആനി ഇപ്പം കോട്ടയത്ത് പോയേക്കുക, അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്. പിന്നെ എല്ലാ ആഴ്ചയിലും ഓപ്പൺ എയർ മീറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട്. ശനിയാഴ്ച തോറും ഓരോ സ്ഥലങ്ങളിൽ ഓപ്പൺ എയർ മീറ്റിംഗ്, ചിലപ്പം പ്രെയർ വാക്കായിരിക്കും. നല്ല നല്ല അവസരങ്ങൾ ദൈവം തരുന്നുണ്ട് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനും, ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ആൾക്കാരുടെ സുവിശേഷം പറയാനും ഒക്കെ ഇഷ്ടംപോലെ അവസരങ്ങൾ തരുന്നുണ്ട്. 3 സ്ഥലങ്ങളാണല്ലോ, മങ്ങാട്, കല്ലട, ചാരമൂട്, ചുനക്കര ഏരിയാസ്. 3 സ്ഥലങ്ങളിലാണല്ലോ. ഈ 3 സ്ഥലത്ത് നമുക്ക് ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഒരു പ്രെയർ ആരംഭിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലും അതിനോടൊപ്പം തന്നെ നമ്മുടെ മധ്യേ ആയിരിക്കുന്നവർ, നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു ഏരിയ എടുത്ത് നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ ഒന്ന് എഴുതി വെച്ച് അത് നിങ്ങളുടെ പേഴ്സണലായിട്ടൊരു പ്രാർത്ഥന, ഒരു പ്രോജക്റ്റായിട്ടെടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആദ്യം ഒരു സ്റ്റെപ്പ് എടുക്കുക. രണ്ടാമത് ഓപ്പൺ എയർ മീറ്റിങ്ങിൽ വരാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വാ. പിന്നെ മൂന്നാമത് ഇവിടെല്ലാം നമുക്ക് പ്രെയർ ആരംഭിക്കേണ്ട ആവശ്യമുണ്ട്. പ്രെയർ ആരംഭിക്കുമ്പോൾ നമ്മളവിടെ പോകുമ്പോൾ യഥാർത്ഥമായിട്ട് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു അവസരം എടുക്കാൻ വേണ്ടിയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഒരു ദൈവപ്രവൃത്തി അതിൻ്റെ പിന്നാലെ ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ തുടങ്ങി വെച്ച ആ സീരീസ് ഇപ്പോഴാണ് കണ്ടിന്യൂ ചെയ്യാനാണ്. നമ്മൾ ആ സീരീസിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കണ്ടല്ലോ, പുതിയ ഒരു സ്റ്റെപ്പാണ്. യേശു പറഞ്ഞ ചില വാക്കുകൾ, യേശു ഐ ആം എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചത് യേശു പറഞ്ഞത് ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ജീവൻ്റെ അപ്പം. കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് കണ്ടു. ഇന്ന് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു എന്ന് യേശു പറഞ്ഞു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 53-ാമത്തെ വാക്യം തൊട്ട് 8-12 വരെ, ഇപ്പം ഒരു 13 വാക്യമുണ്ട്. എല്ലാവരും ദയവായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. 7-ാം അധ്യായം 53 തൊട്ട് 8-12 വരെ. താങ്ക് യു. അങ്ങനെ ഓരോരുത്തൻ താൻ്റെ വീട്ടിൽ പോയി. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവനിരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിവർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ച് ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവരത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവരെവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനിയും പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. 7-ാം അധ്യായത്തിൻ്റെ 53 തൊട്ടാണല്ലോ തുടങ്ങിയത്. അന്ന് കൂടിയിരുന്ന ജനങ്ങളെല്ലാവരും എന്ത് ചെയ്തു? അവരെല്ലാവരും അവരുടെ ഭവനത്തിലോട്ട് പോയി. യേശു ഒലിവുമലയിലോട്ട് പോയി. കുറച്ച് നാൾ മുമ്പേ ഞാൻ ഷെയർ ചെയ്തെന്നല്ലോ, യേശു പലപ്പോഴും നിർജ്ജന പ്രദേശത്തിലോട്ട് മല മുകളിലും പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്ക് പോയിരുന്ന് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനും സംസാരിക്കാനും സമയമെടുക്കുമായിരുന്നു. ഒലിവുമലയിൽ പോയിട്ട് തിരിച്ചു വന്ന് ദേവാലയത്തിൽ യേശു ചെന്നു. നമ്മളിത് വായിച്ചല്ലോ. യേശു ചെന്നപ്പോൾ
ജനങ്ങൾ യേശുവിൻ്റെ അടുത്തോട്ട് കൂടി വന്നു. യേശുവിൻ്റെ അടുത്ത് കൂടി വന്നപ്പോൾ യേശു അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. പല കാര്യങ്ങളും സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് സാധാരണ യേശു പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാർ, ഫാരിസീസും സദുക്കിയുമായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് വന്നിട്ട് ഈ സ്ത്രീയെ കൊണ്ടുവന്നു. വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ച ഈ സ്ത്രീയെ യേശു അവിടെ ഇവർ അവിടെ കൊണ്ടുവന്നിട്ട് യേശുവിനോട് അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്തുവാ? മോശയുടെ ന്യായപ്രമാണം പറയുന്നു ഇങ്ങനൊരു വ്യക്തിയെ കല്ലെറിഞ്ഞ് കൊല്ലണം. എന്നാലും നീ എന്ത് പറയുന്നു? യേശുവിനോട് ചോദിക്കുക. ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നു, എന്നാലും യേശുവിൻ്റെ അഭിപ്രായം ചോദിക്കുക. യേശു ന്യായപ്രമാണത്തിൽ വിട്ട് എന്തെങ്കിലും പറയുമോ? ഒരിക്കലും പറയത്തില്ല. യേശു ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാൻ ന്യായപ്രമാണം എടുത്ത് മാറ്റാൻ വേണ്ടി വന്നതല്ല, അതിനെ പൂർത്തീകരിക്കാൻ വന്നതാണ്. I did not come to do away with the law, but to fulfill the law. വളരെ ക്ലിയറായിട്ട് യേശു പറഞ്ഞതാണ്. അപ്പോൾ അതേ ചോദ്യം കൊണ്ട് ഇവിടെ വന്നു. വചനത്തിൽ നമ്മൾ വായിക്കുന്നുള്ളൂ, യേശുവിനെ അവർ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി, ഒരു കെണിയിലാക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചത്. യഥാർത്ഥമായിട്ട് അവർക്ക് യേശുവിൻ്റെ അഭിപ്രായം കേൾക്കാനോ ഒന്നുമല്ല, എന്നാൽ യേശുവിനെ ഒന്ന് ട്രാപ്പ് ചെയ്യണം. എന്നാൽ ഈ ഒരു ചോദ്യത്തിന് രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, യേശു പറയുക എന്നാൽ പിന്നെ കല്ലെറിഞ്ഞേര് എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയാണ്. അന്നത്തെ റോമൻ ഗവൺമെൻറ് ഇസ്രായേലിനെ ഭരിച്ചിരുന്നത്. ഒരാളെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി, വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു അധികാരം ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. റോമൻ ഗവൺമെൻറ് മാത്രമേ ആ അധികാരമുള്ളൂ. അപ്പോൾ യേശു പറയുക കല്ലെറിഞ്ഞോളാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ന്യായപ്രമാണം അനുസരിക്കുന്നു, എന്നാലും റോമൻ ഗവൺമെൻറ് എതിരെ ഉള്ള പ്രവൃത്തിയായിത്തീരും. കല്ലെറിയല്ലെന്ന് പറഞ്ഞാലോ അവിടെയും പ്രശ്നമാണ്. കാരണം ന്യായപ്രമാണം ലംഘിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയും. ന്യായപ്രമാണത്തിന് വില കൊടുക്കുന്നില്ല എന്ന് ചിന്തിക്കും. വളരെ പ്രയാസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്നാലും നമുക്ക് ഈ കഥ വായിച്ച് കേട്ടല്ലോ. അവർ അവിടെ നിന്നപ്പം തന്നെ യേശു ഒന്നും മിണ്ടാതെ തറ ഇരുന്ന് നിലത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. എന്തു എഴുതിയെന്ന് നമുക്കറിയത്തില്ല. പലർക്കും പല പല ചിന്തകളും പല ഊഹങ്ങളുണ്ട്. നിലത്തിരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. യേശു അവരോട് പറഞ്ഞ ഇതാണല്ലോ, പാപമില്ലാത്ത വ്യക്തി ആദ്യത്തെ കല്ലെറിയട്ടെ. പാപമില്ലാത്ത വ്യക്തി ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് തറ ഇങ്ങനെ എഴുതാനിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ യേശു ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളെ ന്യായം വിധിച്ചവരെന്തിയെ? ആരുമില്ലയോ? ആരുമില്ല എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു, neither do I condemn you. ഞാനും നിന്നെ ന്യായം വിധിക്കുന്നില്ല. Go and sin no more. ഈ പാപം നീ തുടരുത് എന്ന് യേശു, തുടരാൻ പാടില്ല എന്ന് യേശു പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് 12-ാം വാക്യം നമ്മൾ കാണുന്നത്. യേശു പിന്നെയും അവരോട്, ഇതാരാ? കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് വന്ന് ജനങ്ങൾ എപ്പോഴേ പോയി അവിടെ നിന്ന്, അല്ലേ? അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിന്ന് കാണും. യേശുവിൻ്റെ അടുത്തു നിന്ന് മാറി നിന്ന് കാണും. ഒരു കൂട്ടം ജനം അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരോട് യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടന്നാലും ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് യേശു പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ പശ്ചാത്തലം നമുക്ക് നോക്കാമോ? യേശുവിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി, യേശുവിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി ഇവർ വന്ന് ഈ ഒരു ചോദ്യം ചോദിക്കുന്നു. പല പ്രാവശ്യവും യേശുവിന് ഇങ്ങനെ ചോദ്യങ്ങളുണ്ടായിരുന്നു. യേശുവിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഒരു നിമിഷം എൻ്റെ കൂടെ ഒന്ന് ചിന്തിക്കുക. ഈ സ്ത്രീ മരിക്കാൻ റെഡിയായിട്ട് അവിടെ നിൽക്കുന്നത്, ഇപ്പം മരിക്കും എന്നുള്ളൊരു ഉറപ്പോടെ അവിടെ നിൽക്കുന്നത്, മരണഭീതി അവിടെ നിൽക്കുക. ഇവരെല്ലാവരും കുറ്റം വിധിക്കുക.
വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. യേശു ഇതെല്ലാം കഴിഞ്ഞിട്ട് യേശു ജനങ്ങളോട് പറയുക, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന് പറഞ്ഞു. ഇന്ന് യേശു പറഞ്ഞ ആ ഒരു കാര്യം ഈ 12-ാം വാക്യത്തിൽ നിന്ന് തന്നെ 3 കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നു. ആരെങ്കിലും നോട്ട് എഴുതുന്നെങ്കിൽ പെട്ടെന്ന് ഇരിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, യേശു തന്നെയാണ് ലോകത്തിൻ്റെ വെളിച്ചം. യേശു തന്നെ ലോകത്തിൻ്റെ വെളിച്ചം. രണ്ടാമത്, യേശുവിനെ അനുഗമിക്കുന്നവർ അവർ ഇരുട്ടിൽ നടക്കേണ്ട ആവശ്യമില്ല, ഇരുട്ടിൽ ജീവിക്കേണ്ട ആവശ്യമില്ല, വെളിച്ചത്തിൽ ജീവിക്കാനൊക്കും. മൂന്നാമത്, ജീവൻ്റെ ആ വെളിച്ചം യേശുവിൽ വിശ്വസിക്കുന്നവർ, യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ജീവൻ്റെ വെളിച്ചം ദൈവം അവരുടെ ഉള്ളിൽ തന്നെ കൊടുക്കും. വേറെ എങ്ങും പോയി തേടേണ്ട ആവശ്യമില്ല, അവരുടെ ഉള്ളിൽ തന്നെ ജീവൻ്റെ വെളിച്ചം യേശു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനിയും തിരിച്ച് ആ കഥയിലോട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്, ഈ ഒരു വളരെ പ്രയാസകരമായിട്ടുള്ളൊരു സിറ്റുവേഷന് മധ്യേ യേശു എന്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം? അവിടെ പകൽ സമയത്താണ്, അവിടെ വെട്ടമുണ്ട്, വെട്ടത്തിന് കുറവൊന്നുമില്ല. എന്നാൽ അവിടെ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് വളരെ ക്ലിയറായിട്ട് യേശു പറഞ്ഞു. അപ്പോഴാദ്യം നമ്മൾ കാണുന്നത്, യേശു ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ നേരെ പുറമോട്ട് യെശയ്യാ പ്രവചൻ്റെ 2-ാം അധ്യായം 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, യെശയ്യാ 9:2 ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യേശുവിനെ പറ്റി പ്രവചിച്ചതാണ് യെശയ്യാവ്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. മത്തായിയുടെ സുവിശേഷം 4:15-16 ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ യേശു ജനിച്ച സമയത്ത് യേശുവിനെക്കുറിച്ചുള്ള ഒരു പദം പറഞ്ഞപ്പോൾ ഇത് എടുത്തു പറഞ്ഞു. ഈ പ്രവചനം യേശുവിനെക്കുറിച്ചുള്ളത് അവിടെ എടുത്തു പറഞ്ഞു. ഇരുട്ടിൽ നടന്ന ജനം, ഇരുട്ടിൽ നടന്ന ജനം. എന്തുവായി ഇരുട്ട്? വെട്ടമില്ലെങ്കിൽ ഒന്നും നമ്മൾ കാണാനൊക്കുന്നില്ല, ഒന്നും അറിയാനൊക്കത്തില്ല. വചനത്തിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, ഇരുട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇരുട്ടിൽ ജീവിക്കുന്ന വ്യക്തികളുടെ പാപത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ കഥയിൽ ആരാ പാപിയായിട്ടുള്ളവർ? യേശു ഒഴിച്ച് ബാക്കി എല്ലാവരും പാപികളായിട്ടുള്ളവരാണ്. അവരുടെ ജീവിതത്തിൽ പാപമുള്ളവരാണ്. പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെന്ന് പറഞ്ഞിട്ട് ആരും അവിടെ നിൽക്കാനൊത്തില്ല. ആക്ച്വലി കല്ലെറിയാൻ അധികാരമുള്ള വ്യക്തി യേശു തന്നെയായിരുന്നു. കാരണം യേശു പാപമില്ലാതെ ജീവിച്ചൊരു വ്യക്തിയാണ്. യേശു വളരെ ക്ലിയറായിട്ട് ആ ഒരു അധികാരം മാറ്റിവെച്ചു. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? യേശുവിനറിയാം, കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ആ സ്ത്രീയുടെ പാപത്തിന് വേണ്ടിയും സകല ജനങ്ങളുടെ പാപത്തിന് വേണ്ടിയും യേശു ക്രൂശിൽ മരിക്കാൻ പോവാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, neither do I condemn you, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. ആ പാപത്തിൻ്റെ ജീവിതം തുടരണ്ടെന്നും പറഞ്ഞു അല്ലേ? വളരെ ക്ലിയർ. അത് തുടരേണ്ട ആവശ്യമില്ല. യേശു തന്നെ ഈ ലോകത്തിൻ്റെ വെളിച്ചം. അപ്പോഴാരൊക്കെയായിരുന്നു ഇരുട്ടിലുണ്ടായിരുന്നവർ? ആ സ്ത്രീ മാത്രമല്ല, ആ പരീശന്മാരുമുണ്ട്. അവരും ഇരുട്ടിൽ ജീവിക്കുകയാണ്. പാപം ഉള്ളവരാണെന്ന് അവർക്കറിയാമെങ്കിലും എന്തുകൊണ്ട് ഈ സ്ത്രീയെ കൊല്ലാൻ റെഡിയായിട്ട് വന്നു? നമുക്കും വരുന്ന പ്രയാസം ഇതാണ്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ ഒന്ന് മറച്ചു വയ്ക്കാൻ മറ്റുള്ളവരുടെ തെറ്റ് വേറെ ചൂണ്ടിക്കാണിക്കും. ഇവർ ശരിയല്ല, ഈ വ്യക്തി ശരിയല്ല, ഇവർ പറഞ്ഞ് ശരിയാകുന്നില്ല, ഇവരുടെ ജീവിതം ശരിയല്ല. അനേക വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നൊരു കാര്യമാണ്, ആരോടെങ്കിലും
ഏതെങ്കിലും ഒരു കറക്ഷൻ പറഞ്ഞാൽ പോലും താല്പര്യമില്ല. ഇന്നാരിങ്ങനെ ചെയ്യുന്നല്ലോ, ഇന്നാരിങ്ങനെ ജീവിക്കുന്നല്ലോ എന്ന് ഉടനെ തന്നെ പറയും. ഞാൻ അത്ര മോശക്കാരനല്ല. നമ്മളൊരു കാൽക്കുലേഷനാണ്. അവരെന്നെക്കാട്ടിലും മോശമാണ്, ഞാൻ അത്ര അല്ലല്ലോ. വചനത്തിൽ പറഞ്ഞേക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ യേശു മാത്രമേ ഉള്ളൂ ന്യായപ്രമാണം പൂർണ്ണമായിട്ട് അനുസരിച്ചിട്ടുള്ളത്. വേറെ ആർക്കെങ്കിലും ഒക്കുമോ? നടന്നിട്ടുണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും പാപമുള്ളവരാണ്. എന്നാലും യേശു ക്രിസ്തു ക്രൂശിൽ കയറി മരിച്ച് രക്തം ചിന്തി, അത് മുഖാന്തരം നമുക്ക് പാപമോചനം ദൈവം തന്നിരിക്കുന്നു. നമുക്കത് ക്ലിയറായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നാലും പലപ്പോഴും വരുന്ന പ്രശ്നം, നമുക്കത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മുന്നോട്ട് പോകുന്നു. എന്നാലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല പല പാപങ്ങൾ, തെറ്റുകൾ, തകർച്ചകൾ, വേദനകൾ, ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഒരു ഭാരമായിട്ട് നമ്മുടെ തലമേൽ നിൽക്കാൻ വിട്ടുകളയാൻ ഒക്കുന്നില്ല. യേശുവിൻ്റെ ആ വാക്ക് നമുക്കും ഒന്ന് സ്വീകരിക്കാം. Neither do I condemn you. യേശു പറഞ്ഞു, നമ്മളെ ന്യായവിധിക്കാൻ വേണ്ടിയല്ല വന്നത്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇന്ന് പലക്കാരും ആരെങ്കിലും പണ്ടത്തെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതത്തെയോ പാപങ്ങൾ, തെറ്റുകൾ, തകർച്ചകൾ, വീഴ്ചകൾ, ഇതെല്ലാം ഓർത്ത് ദൈവം എന്നെ സ്നേഹിക്കാൻ ഒക്കത്തില്ല, അത്രയും മോശമായിട്ടൊരു വ്യക്തിയാണ് ഇന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശു പറഞ്ഞ വാക്കുകൾ ഒന്ന് ഏറ്റെടുക്കണം. നമ്മൾ ഉള്ളിലോട്ട്, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ യാഗം മുഖാന്തരം എനിക്ക് പാപക്ഷമയുണ്ട്. വചനത്തിൽ പറയുന്നുണ്ട്, ഏത് പാപമാണെങ്കിലും ഏറ്റു പറയാമെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. അറിയാതെ ചെയ്തിട്ടുള്ള പാപങ്ങൾ പോലും ദൈവം നമ്മളോട് ക്ഷമിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം യേശു ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ, ലോകം സൃഷ്ടിച്ചപ്പോഴേ ഒരു വെളിച്ചത്തിലായിരുന്നു. ലോകം സൃഷ്ടിച്ചപ്പോഴേ പാപമില്ലാതെ, ദുഃഖമില്ലാതെ, രോഗമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നല്ലോ. എന്നാലും ആദാം ഹവ്വായും പാപം ചെയ്തപ്പോഴാണ് ഇതെല്ലാം ഈ ഭൂമിയിലോട്ട് കയറി വന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞു. പിന്നെ ദൈവമക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, നമ്മളും ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറയുന്നു. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, എങ്ങനെയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമായി തീരാൻ നോക്കുന്നത്? നമുക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളെപ്പറ്റി പ്രയാസപ്പെട്ട് ഇങ്ങനെ ജീവിക്കും. വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ ഒക്കുന്നില്ല, വേറെ ഒന്നിനും നമുക്ക് സമയമില്ല. എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ കടഭാരം, എൻ്റെ ജോലി, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ കൊച്ചുമക്കൾ, എൻ്റെ ഈ കാര്യം, അതും ഇതിനെപ്പറ്റി നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി വർഷങ്ങൾ പോവാ. 50 വയസ്സായി, 60 വയസ്സായി, അല്ലെങ്കിൽ 30 വയസ്സായി, 40 വയസ്സായി, വർഷങ്ങൾ ഇങ്ങനെ കയറിപ്പോവാ. എന്നാൽ നമുക്കൊരിക്കലും യഥാർത്ഥമായിട്ട് ക്രിസ്തുവിൻ്റെ ആ രക്ഷ പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് സ്വീകരിക്കാൻ ഒക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലുള്ള താല്പര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ ഒക്കുന്നില്ല. നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൻ്റെ വെളിച്ചമായി തീരണം. നമ്മളെക്കുറിച്ച് ക്ലിയറായിട്ട് കർത്താവിൻ്റെ ആഗ്രഹം ഇതാണ്. അപ്പോൾ നമ്മൾ 3 കാര്യം പറഞ്ഞല്ലോ. യേശു ഈ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞപ്പോൾ യെശയ്യാപ്രവചനത്തിൽ നമ്മളത് കണ്ടു. തന്നെപ്പറ്റി പ്രവചിച്ച ആ കാര്യം ഇതാണ്, ലോകത്തിൻ്റെ വെളിച്ചമായിട്ട്. പുതിയ നിയമത്തിലും അത് എടുത്തു പറഞ്ഞിട്ട് വന്ന് ഈ യേശു തന്നെ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് വന്നിരിക്കുന്നു. രണ്ടാമത്, യേശുവിനെ അനുഗമിക്കുന്നവർ ഇരുട്ടിൽ നടക്കേണ്ട ആവശ്യമില്ല. അതിന് കാരണം എന്തുവാ? ഇരുട്ടിൽ നടക്കേണ്ട ആവശ്യമില്ല.
ഈ ഇരുട്ട് എന്തുവാ? ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുട്ടായി അല്ലേ? ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇരുട്ടായി. ഇരുട്ട് ഇവിടുന്ന് മാറിപ്പോകുന്നുണ്ടോ? അതോ ഇരുട്ട് വെളിച്ചമില്ലാത്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണോ? 1977 78 ആ സമയത്തെങ്ങാണ്ടായിരുന്നു ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു വലിയൊരു ഏതോ സംഭവിച്ചു. സിറ്റി മൊത്തം കറണ്ട് പോയി. എത്രയോ മണിക്കൂറിൽ കറണ്ട് ഇല്ലായിരുന്നു. നമുക്ക് ലോഡ് ഷെഡിങ് ഒക്കെ പരിചയമുണ്ടെങ്കിലും അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതായിപ്പോയി. എല്ലായിടത്തും കറണ്ട് അങ്ങ് പോയി. അന്ന് രാത്രി തന്നെ ജനങ്ങൾ പുറത്തിറങ്ങി ഒത്തിരിയും കടകൾ തല്ലിപ്പൊട്ടിച്ച് അതിനകത്തുള്ള എല്ലാം മൂട്ടിച്ചുകൊണ്ട് പോയി. അതിപ്പോഴും നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഇപ്പം കറണ്ട് ഉള്ളപ്പം തന്നെ വെളിച്ചം മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ വളർന്നു വരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുവിനെ അനുഗമിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? പല പ്രയാസങ്ങൾ വർദ്ധിക്കുന്നു. നമ്മൾ ചിലപ്പം ചിന്തിക്കും, നേരത്തെ എനിക്ക് ഇത്ര പ്രയാസമില്ലല്ലോ, ഇപ്പോഴെന്ത് സംഭവിച്ചു? അവിടെ കിടന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇസ്രായേൽ മക്കൾ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? മിസ്രൈമിലായിരുന്നപ്പോൾ അവർ കഴിച്ച ഫുഡിൻ്റെ മെനു ഒക്കെ ആയിരുന്നു അവർ ഓർക്കുന്നത്. ഇന്നത് കഴിച്ചു, ഇത് കഴിച്ചു, ഇത് കഴിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. വെളിച്ചം മാറിക്കഴിയുമ്പോൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ വർദ്ധിക്കുന്നു. യേശു ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. യേശുവിൻ്റെ ഉദ്ദേശം ഇതായിരുന്നല്ലോ, സ്വർഗരാജ്യം സ്ഥാപിക്കുക ഈ ഭൂമിയിൽ. എന്നാൽ സ്വർഗരാജ്യം സ്ഥാപിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം തന്നെ സാത്താൻ്റെ രാജ്യം ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. ഇത് രണ്ടും രാജ്യങ്ങൾ പാരലലായിട്ട് നിൽക്കുക. എപ്പോഴും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടല. നമ്മൾ ദൈവമക്കളെന്നുള്ള നിലയിൽ നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമോ അതോ സാത്താൻ്റെ രാജ്യത്തെ പ്രവൃത്തി ചെയ്യുമോ? വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമോ ഇരുട്ടിൻ്റെ പ്രവൃത്തി നമ്മൾ ചെയ്യുമോ? ഇനി അത് യേശു പറഞ്ഞതിലെ മൂന്നാമത്തെ കാര്യത്തിലോട്ട് പോകാം. The light of life will be in those who follow Jesus. The light of life will be in those who follow Jesus. ജീവന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ തരുക. യേശുവിൻ്റെ ജീവിതം തന്നെയാണ് വെളിച്ചം. വാക്യങ്ങളെല്ലാം എടുത്ത് വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവിതം തന്നെയാണ് വെളിച്ചം. അപ്പം യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വെളിച്ചമുണ്ട്. അതെന്ത് സംഭവിക്കുന്നു? അത് മുഖാന്തരം അതിൻ്റെ ബെനിഫിറ്റ് എന്തുവാ? ഏത് അന്ധകാരം നിറഞ്ഞ അവസ്ഥയിലാണോ ഉള്ളിൽ വെളിച്ചമുണ്ടെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് ആ ഇരുട്ടല്ല, നമ്മൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള യേശു, നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം. നമുക്ക് യേശു പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് പലപ്പോഴും കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്? എൻ്റെ ഒരു കാരണം പറയാം. കർത്താവിനെ അനുഗമിക്കുന്നതിന് മുമ്പേ ഏത് പ്രവൃത്തി ചെയ്താലും, എങ്ങനത്തെ ജീവിതമാണേലും, എങ്ങനത്തെ സംസാരമാണേലും, എങ്ങനത്തെ മനോഭാവമാണേലും ഒരു വിഷയമേ ഇല്ല. എന്നാലും ഒരു ദൈവത്തിലായി കഴിയുമ്പോൾ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ പാപങ്ങളെ
നമ്മളെ എടുത്ത് കാണിക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്നു. കുറ്റം വിധിക്കാൻ വേണ്ടിയല്ല, നമ്മളെ രൂപാന്തരപ്പെടുത്താൻ, നമ്മളെ മാറ്റിയെടുക്കാൻ, നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ വികാരത്തെയും മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് അത് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ പ്രയാസം നമ്മൾ ഒത്തിരി അനുഭവിക്കുന്നത്. ഈ വെളിച്ചം പരീശന്മാരുടെ കപടഭക്തിയെ കവർ ചെയ്യുന്നൊരു വെളിച്ചമാണ്. പരീശന്മാരുടെ കപടഭക്തി ആ വെളിച്ചത്തിൽ നിൽക്കാൻ ഒക്കത്തില്ല. നമ്മളും ഈ പരീശന്മാരെ പോലെ നമ്മുടെ പാപങ്ങൾ മറച്ചു വയ്ക്കാൻ മറ്റുള്ളവരെ വിരൽ ചൂണ്ടും. അല്ലെങ്കിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യും. ഓ, പുള്ളി ഇങ്ങനെയൊക്കെയാണല്ലോ, ഞാൻ അത്ര മോശക്കാരനല്ല. പല രീതിയിൽ നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാലും എങ്ങനെ ഇത് മാറ്റാൻ വെക്കുന്നത്? ഇച്ചിരി ശ്രമിച്ചാൽ നടക്കുമോ? നടക്കത്തില്ല. എല്ലാ തെറ്റുകളും മാറ്റാൻ നോക്കിയാൽ നടക്കുമോ? നടക്കത്തില്ല. അതുകൊണ്ട് ഇഷ്ടമുള്ളവർ ജീവിക്കാനാണോ? അതും വേണ്ട. യേശു അതുകൊണ്ടാണ് ഈ സ്ത്രീയോട് പറഞ്ഞ്, നീ പാപത്തിൽ തുടരുത്. 38 വർഷം പാരലൈസ്ഡ് ആയിട്ട് കിടന്ന മനുഷ്യനെ യേശു സൗഖ്യമാക്കിയത് അറിയാമല്ലോ, പൂൾ ഓഫ് ബെഥസ്ദ. അത് കഴിഞ്ഞപ്പം യേശു അദ്ദേഹത്തെ കണ്ടപ്പം പറഞ്ഞ എന്തുവാ? നിന്റെ പാപത്തിന് ജീവിതം നിർത്ത്, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും വേഴ്സായിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിക്കും. അപ്പം പാപത്തെ തുടരാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോ എന്നും പറയുന്നില്ല. അത് വിടണം നമുക്ക്. എന്നാലും ഇത് വിടാനൊക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ശ്രമം കൊണ്ടല്ല, നമ്മുടെ മിടുക്കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല. ആ ആ വെളിച്ചമായിരിക്കുന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിലോട്ട് സ്വാഗതം ചെയ്ത്, ആ വെളിച്ചം, യേശുവായിരിക്കുന്ന ആ വെളിച്ചം, യേശുവിൻ്റെ ജീവനായിരിക്കുന്ന ആ വെളിച്ചം നമ്മുടെ ജീവിതത്തെ മൊത്തം മാറ്റിയെടുക്കാൻ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ, വാഞ്ചകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നടപ്പ് എല്ലാം യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ രൂപാന്തരപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, വളരെ ക്ലിയറായിട്ട് യേശു പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീയുടെ കാര്യമോ? ഞാൻ പറഞ്ഞില്ലയോ, ഇത് യേശു പറഞ്ഞത് ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പം തന്നെ തിരിഞ്ഞ് ജനങ്ങളോട് പറയുക. ഈ സ്ത്രീയുടെ കാര്യത്തിലോ അതും അതേപോലെ തന്നെ. പാപമില്ല എന്ന് പറഞ്ഞില്ല, ആ പാപം സാരമില്ല എന്ന് പറഞ്ഞില്ല. എന്നാലും ആ സ്ത്രീക്കും ആവശ്യമുള്ള എന്തുമായിരുന്നു? യേശുവിൻ്റെ ആ വെളിച്ചമാണ്. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനെ അനുഗമിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇരുട്ടിൽ ജീവിക്കേണ്ടി വരത്തില്ല. ഇരുട്ട് ചെയ്യുന്ന വേറൊരു പ്രശ്നമുണ്ട്, കൺഫ്യൂഷൻ. ഞാൻ ആരാ? എൻ്റെ ജീവിതം എവിടെ പോവാ? ഇങ്ങനെ തട്ടിമുട്ടി പോയ പ്രായം കൂടുന്നു. 30 വയസ്സ്, 40 വയസ്സ്, 50, 60 ഇങ്ങനെ പ്രായം കയറി പോകുന്നു. അവസാനം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായോ? പല രീതിയിലുള്ള കൺഫ്യൂഷൻ നമ്മളുള്ളിൽ കയറി വരാം. യേശുവിൻ്റെ ആ വെളിച്ചം നമ്മുടെ ഉള്ളിലോട്ട് വരട്ടെ. യേശുവിൻ്റെ ആ വെളിച്ചം നമ്മുടെ മനസ്സിലോട്ട് വരട്ടെ, നമ്മുടെ വികാരത്തിലോട്ട് വരട്ടെ, നമ്മുടെ പ്രവൃത്തിയിലോട്ട് വരട്ടെ, നമ്മുടെ നടപ്പിലോട്ട് വരട്ടെ. നമ്മൾ പെർഫെക്റ്റ് ആയിത്തീരുമെന്ന് ഞാൻ പറയുമല്ല, എന്നാലും ഓരോ കാര്യങ്ങളിലും വെളിച്ചത്തിലോട്ടൊന്ന് കൊണ്ടുവരാമോ? ഇരുട്ടിൽ മറച്ചു വെച്ചേക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ശുഭമാവത്തില്ല. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തെറ്റുകൾ, കുറവുകളെല്ലാം കൊണ്ടുവന്ന് അതിനെ ന്യായം വിധിക്കാനല്ല, മറ്റുള്ളവരെ ന്യായം വിധിക്കാനുമല്ല, നമ്മളെ തന്നെ ന്യായം വിധിക്കാനുമല്ല, യഥാർത്ഥമായിട്ട് യേശുവിൻ്റെ മുമ്പാകെ ഒന്ന് കൊണ്ടുവരാമോ? ആ വെളിച്ചത്തിന് മുമ്പാകെ കൊണ്ടുവരാമോ? പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ താല്പര്യമുണ്ട്. നമ്മളൊന്ന് അനുവദിച്ചു കൊടുത്താൽ മതി, കർത്താവ് നമ്മളെ യഥാർത്ഥമായിട്ട് രൂപാന്തരപ്പെടുത്തും.
അപ്പോൾ ഈ വെളിച്ചം പഴയ പാപങ്ങൾ മുഖാന്തരമുള്ള ചില കെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കിടക്കും. അല്ലെങ്കിൽ പണ്ടത്തെ ജീവിതം അന്നുണ്ടായിരുന്ന പല വേദന, പല മുറിവുകൾ അവിടെ തൊടുമ്പോൾ വേദനയായിരിക്കും. കഴിഞ്ഞ ദിവസം ഇന്നലെ എൻ്റെ കൈ ഒരിടത്ത് തട്ടി, ഈ ഒരു വിരൽ നല്ല വേദന. ഞാൻ സാധാരണ എന്താണെങ്കിലും കയറി പിടിക്കുന്ന പോക്കറ്റിലിട്ട്, ഇന്ന് ഓഫറിങ്ങിൻ്റെ സമയത്ത് പോക്കറ്റിലോട്ട് കൈയിട്ട് അപ്പോഴത്തേക്ക് വേദന, ഇപ്പോഴും വേദനയുണ്ട്. ചെറിയൊരു വിഷയമായിരിക്കാം, എന്നാലും പിന്നെയും ഇതിങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുക. പണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തകർച്ചകൾ, പാപങ്ങൾ, പ്രയാസങ്ങൾ, തിരസ്കരണം, അനേക കാര്യങ്ങൾ നമ്മളെ ഇപ്പോഴും ബാധിക്കുന്നു. നമ്മൾ പറയുമ്പോൾ അതൊന്നും വിഷയമില്ല, അതെല്ലാം പണ്ടത്തെ കാര്യം, അത് ഞാൻ വിട്ടുകളഞ്ഞതായിരിക്കാം. എന്നാലും അതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നു. ഉള്ളിൽ അത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അത് നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ യഥാർത്ഥമായിട്ട് അത് മനസ്സിലാക്കണം. അതെല്ലാം ക്രിസ്തുവിൻ്റെ ആ വെളിച്ചത്തിന് മുമ്പായി കൊണ്ടുവന്ന് അതിനെ രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്വാഗതം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും പണ്ടത്തെ പല വിഷയങ്ങൾ മുഖാന്തരം നമ്മൾ പിന്നെയും നമ്മൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നീടായിരിക്കും നമ്മൾ ഓർക്കുന്നത്, അയ്യോ അങ്ങനെ ഞാൻ പറഞ്ഞു പോയല്ലോ, ഇങ്ങനെ ഞാൻ ചെയ്തു പോയല്ലോ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇതെല്ലാം നമ്മൾ വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. യേശുവിൻ്റെ വെളിച്ചം നമ്മളെ കപടഭക്തിയിൽ നിന്ന് രക്ഷിക്കും. വേറൊരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു തെറ്റ്, പാപം, ഒരു കുറവ് എന്തെങ്കിലും കാണുമ്പോൾ ഉടനെ എടുത്ത് പറയാൻ നമുക്ക് നമ്മുടെ സ്വഭാവം അതൊന്ന് മാറ്റി വെച്ചിട്ട്, നമ്മുടെ സംസാരം ഒന്ന് കുറച്ചിട്ട്, മറ്റുള്ളവരെ വിരൽ ചൂണ്ടുന്നൊന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് തന്നെ ഒന്ന് വിരൽ ചൂണ്ടാമെങ്കിൽ അതായിരിക്കും ബെറ്റർ. പലപ്പോഴും നമ്മളൊന്നും ചിന്തിക്കാതെ അതും ഇതൊക്കെ അങ്ങ് പറയും. ചിലരുണ്ട് ഏത് കാര്യത്തെക്കുറിച്ച് അവർക്കൊരു കോമൻ്റ് ഉണ്ട്. ഒരാൾക്കൊരു വേദന ഉണ്ടെങ്കിൽ, ഒരാൾക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോമൻ്റ് പറഞ്ഞിരിക്കും. വേദനയിലിരിക്കുന്ന വ്യക്തി, ആ പ്രയാസത്തിലിരിക്കുന്ന വ്യക്തി അതൊരു തമാശയായിട്ട് കാണുന്നില്ല, അവരെ വേദനയിലിരിക്കുക. ആ വേദന ഉള്ള ഭാഗത്തോട്ട് ഒന്നുകൂടെ കുത്തുന്ന പോലെ. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ന്യായം വിധിക്കാനോ മനഃപൂർവ്വം അല്ലാതെ ആണെങ്കിലും ന്യായം വിധിക്കാൻ വേണ്ടി അല്ല കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. കർത്താവ് വിളിച്ചേക്കുന്നത് യഥാർത്ഥമായിട്ട് ഈ ലോകത്തിൽ നമ്മൾ ദൈവമക്കൾ വെളിച്ചമായിരിക്കാനാണ്. ആ വെളിച്ചം യേശുവിൻ്റെ ജീവനാണ്. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുള്ള വ്യക്തികളാണ്. ദൈവസാന്നിധ്യം നമ്മൾ ക്യാരി ചെയ്യുന്നതാണ്. പഴയ നിയമത്തിലറിയാം, യഹോവയുടെ പെട്ടകം ചുമന്നുകൊണ്ട് പോവുക, അത് ദൈവസാന്നിധ്യം എന്നവർ മനസ്സിലാക്കി. പുതിയ നിയമത്തിൽ വന്നിട്ട് നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം. അങ്ങനെയാണെങ്കിൽ നമ്മളെവിടെ പോയാലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കുന്നത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട്, ഒരിക്കലും അവരുടെ പാപങ്ങൾ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അതെടുത്ത് കാണിക്കാനല്ല, അല്ല അത് വെളിച്ചത്തിലോട്ട് കൊണ്ടുവന്ന് ആ വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയിലോട്ട് മാറാൻ വേണ്ടി ഉള്ള ദൈവപ്രവൃത്തി നടക്കും. ഇന്ന് പാൽക്കാലം ഈ 3 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം, ഒന്ന് ഓർക്കാം. യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശു അത് പറഞ്ഞതിൻ്റെ കൂടെ നമ്മൾ ഓർക്കണേ, നമ്മളും ഇന്ന് ഈ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് ജീവിക്കേണ്ട വ്യക്തികളാണ്. ഒത്തിരി സംസാരിക്കേണ്ട ആവശ്യമില്ല ദൈവമക്കൾ, കുറച്ച് സംസാരം മതി. ഞാൻ ചിന്തിക്കും ചിലപ്പോൾ നമ്മുടെ സംസാരമൊക്കെ ഇച്ചിരി കൂടുതലാണ്, അത്രയും ആവശ്യമില്ല. സംസാരിക്കുന്നതിന് പകരം കേൾക്കാൻ നമ്മൾ തയ്യാറാകുക. ഒരാൾ പ്രയാസത്തിലാണോ, അവരെ പോയി വിസിറ്റ് ചെയ്തിട്ട് ഒത്തിരി ഒന്നും പറയാൻ പോകണ്ട, കഥ പറയാൻ പോകണ്ട, നമ്മുടെ ചരിത്രം പറയാൻ പോകണ്ട, ന്യൂസിൽ വായിച്ചു കാരണം ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് അവരുടെ കൂടെ കുറച്ച് സമയം ഇരുന്നാൽ മാത്രം മതി. രണ്ടാമത്, യേശുവിനെ അനുഗമിക്കുന്നവർക്ക്
ഇരുട്ടിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. ഇരുട്ടിൻ്റെ പ്രവൃത്തി നമ്മളെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. യേശുവിനെ അനുഗമിക്കുന്നവർ, യേശുവിന് പിന്നാലെ പോകുന്നവർ, ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ കിട്ടിയിരിക്കുന്നു. മൂന്നാമത്, ദ ലൈറ്റ് ഓഫ് ലൈഫ്. യേശുവിൻ്റെ ആ വെളിച്ചം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ ഒക്കും. ഏത് പ്രയാസത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണേലും ചിലപ്പോൾ പറയുമോ എനിക്ക് അത് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല, അവരോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അവിടെ പോയിരുന്നാൽ മതി. അവർ സംസാരിക്കാൻ അവസരം കൊടുക്കുക, അവർ സംസാരിച്ചാൽ മതി. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ട് ലോകത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെ ദൈവം വെളിച്ചമായിട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥമായിട്ട് നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തെ എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് യേശു പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി സമയമെടുക്കാം. ലോകത്തിൻ്റെ വെളിച്ചം എന്ന് യേശു വളരെ ക്ലിയറായിട്ട് പറഞ്ഞെങ്കിലും നമുക്ക് ഇരുട്ടിൻ്റെ പ്രവൃത്തിയല്ല, യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ആ വെളിച്ചം മുഖാന്തരം ഉള്ള ആ പ്രവൃത്തി. ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്തോത്രം കർത്താവേ.